Because nothing says self-care like good food. A few impulsive choices, and some fresh ink. Welcome to another episode of Doing Random Things Again. Hey guys, welcome back to Life with Nandu. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ചെറിയൊരു ടാറ്റു അടിക്കാൻ വേണ്ടി പോവാണ്. ഏത് ടാറ്റു ആണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു കുട്ടി വ്ളോഗായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു 4th or 5th ടാറ്റു ആണ്. ഞാൻ ടാറ്റുവിൽ റിസർച്ച് നടത്തുകയാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യണത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരിയും ടാറ്റു അടിക്കണം എന്നും പറഞ്ഞ് ഇരിപ്പുണ്ട്. അതിനി മാറുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. ചെറിയൊരു ടാറ്റു ആണ്, കയ്യിലാണ് അടിക്കുന്നത്, വേറൊരിടത്തല്ല. അപ്പം ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ബി ഗുഡ്, മേ ബി നോട്ട്, പക്ഷേ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് വിൽ ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹേ ഗൈസ്, അപ്പം ഞാൻ ഇതിൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ആദ്യം ഫുഡ് കഴിക്കാനല്ലേ പോകുന്നത്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഓൾഡ് മാൻ ടാറ്റു സ്റ്റുഡിയോയിലാണ് പോകുന്നത്. ഇച്ചിരി കുറവാണ്. അപ്പോയിൻമെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. 3:30 അപ്പോയിൻമെൻറ്റ് എടുത്തേക്കുന്നത്. അപ്പം ആ സമയത്ത് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലേ? അതെ, നമ്മുടെ ഒരു പോക്ക് വശം വെച്ചിട്ട് അതെ, മൈറ്റ് ബി. ഇന്ന് ക്ലൗഡിയാണ് സംഭവം. അപ്പം ലൈറ്റില്ല, മഴ പെയ്യില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. ഹോപ്പ്ഫുള്ളി പെയ്യത്തില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ചലോ ലെറ്റ്സ് ഗോ. എവിടെ ഇരിക്കാം? ആ സൈഡ്. ഹായ്. യെസ്, ഫുഡ് കഴിക്കാൻ ചലോ. ലെറ്റ്സ് ഗോ ഈറ്റ്. ഇത് കാണട്ടെ, ഇതിനകത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെയാണ്. എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. ദിസ് ഇസ് റെഡ് സോസ് പാസ്ത. ഇതൊരു മൊജിറ്റോ, ഇതൊരു കോൾഡ് കോഫി. ദാറ്റ് ഈസ് കൊറിയൻ ബുൾഗോഗി വിത്ത് റൈസ്. അവിടെ ഒരു ഫ്രൈസ് ഉണ്ട്. ഇത്രയാണ് സംഭവങ്ങൾ ഓർഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ കഴിച്ചിട്ട് വരാം. ഞാനുമുണ്ട്. ആ, ഇതുകൊണ്ട് എൻ്റെ ക്രേവിങ്സ് തീർന്നു. സൗണ്ടൊന്നും കേൾക്കത്തില്ല, മരം പറഞ്ഞോളൂ. It's really nice. Okay. നമ്മൾ പ്രതീക്ഷിച്ച ഗാർലിക്കിൻ്റെ അത്രയും സാധനം അതിൽ വന്നിട്ടില്ല. സോയാ. ഇനി ഇതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അയ്യോ, ആ അടച്ചാൽ മതിയോ? ഇത് ബീഫ് ആണ് ടോപ്പിലുള്ളത്. ആ എക്സ്പ്രഷൻ Literally എല്ലാം കൊള്ളാം, സൂപ്പർ. These two are really nice. these two. അല്ലേ? Price is like okay. ചലോ, ഫുഡ് കഴിച്ചു. എന്നിട്ട് നമ്മൾ ഇപ്പം സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. 3:30 അപ്പോയിൻമെൻറ്റിന് ഈ കൊച്ച് 2:30 എന്നെ വിളിച്ചെടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുന്ന പോസ്റ്റാണിപ്പം. ഇതാണ് ബാക്ക് സൈഡിൽ കാണുന്നതാണ് ടാറ്റു സ്റ്റുഡിയോ. ഓൾഡ് മാൻ ടാറ്റു സ്റ്റുഡിയോ ആണ്, കുറവങ്കോണം. ഓക്കെ, അപ്പം പുള്ളിക്കാരൻ വരാൻ വേണ്ടി ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. എൻ്റെത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ 5th ടാറ്റു. വലിയ പുള്ളിയാണ് ഗൈസ്. സീനാന്നൊക്കെ പറയും. ഫസ്റ്റ് ടാറ്റു ഗൈസ്. ഷീ ഈസ് ഡൂയിങ് ഹർ ഫസ്റ്റ് വൺ. എവിടെയാണ് പ്ലേസ്, എവിടെയാണ് ചെയ്യുന്നതെന്ന് ലൊക്കേഷനൊന്നും ഇപ്പം
ഇതാക്കിയിട്ടില്ല. ലൊക്കേഷൻ അതെ, അറിയിക്കുന്നതാണ്. ടാറ്റു ഡിസൈനും അറിയിക്കുന്നതായിരിക്കും. അത് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അത് ലാസ്റ്റ് വരെ ഒരു സസ്പെൻസിലിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇതാണ് ബിഫോർ. ആഫ്റ്റർ ഇനി എങ്ങനെയാവും എന്ന്, എന്താണ് റിയാക്ഷൻ എന്ന്, എന്താവുമെന്ന് ഒരു അധികം മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കരയാനുള്ളത് കൊണ്ട്. ജസ്റ്റ് ബ്ലഷ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ചലോ. മൈ ഫസ്റ്റ് വൺ. ഇത് ഞാൻ ഇവിടെ സെയിം സ്പോട്ടിൽ നിന്നാണ് ചെയ്തത്. ഇവർ തന്നെയാണ് എനിക്ക് ചെയ്തു തന്നത്. ദിസ് വൺ ഐ ഗോട്ട് ഫ്രം ഓസ്ട്രേലിയ. പിന്നെ ഇപ്പോഴത്തെ ഇതിൽ ഇവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ, ഇവിടെ ഒരെണ്ണം ഒരു 11 ഉണ്ട്. അതല്ലാണ്ട് ബാക്ക് സൈഡിലായിട്ടും ഒരെണ്ണം ഉണ്ട്. അവിടെ വ്ളോഗ് നടക്കുകയാണ്. അപ്പം ഇറ്റ്സ് ഗോണ ബി മൈ 5th one today. ഹോപ്പ്ഫുള്ളി എല്ലാം നല്ല രീതിയിൽ നടക്കും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഹായ്. ഇങ്ങനെ ഇരുന്നിട്ട് എടുക്കാം. Pain in my arms. എന്താണ് അഭിപ്രായം ചെയ്തു കഴിഞ്ഞതിന് ശേഷം? റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൊടിയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ 2 മണിക്കൂർ കഴിയുമ്പോൾ അത് മാറ്റും. ആഫ്റ്റർ കെയർ ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ എന്താണ് എക്സ്പീരിയൻസ് പറയൂ. ഈ കുട്ടി ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ലിറ്ററലി ചാടിത്തുള്ളതിൻ്റെ സന്തോഷത്തിലായിരുന്നു. അതെ, എൻ്റെ ഇന്നർ സൈഡിലൊക്കെ അവിടെ തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു. കൺട്രോൾ ചെയ്തിരിക്കുക. ഞാൻ 2 ഉറക്കം കഴിഞ്ഞു. അതാണ് എൻ്റെ ഇയാള് കാറ്റ് പഠിക്കാൻ പോയിട്ട് അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ മറ്റേ വൈബിലാണ് ഞാൻ നിന്നത്. സോ മച്ച്. അപ്പോൾ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ ഇവരുടെ വീട്ടിൽ പോവാണ്. കുറച്ചുകൂടെ ചില്ല് ചെയ്തിട്ട് എൻ്റെ വീട്ടിലോട് തിരിച്ചു വരും. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി സംസാരിക്കാം. ഇപ്പോൾ ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ നമ്മൾ ഡാമേജ്ഡ് സോൾസ്. ഓ മൈ ഗോഡ്, വേദനയുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഇവിടെ ഒരു ചെറിയ മീറ്റ് കുറച്ച് വലുതാണ്. എൻ്റെ ചെറുതാണ് കമ്പയർ. നമ്മൾ അടിച്ചത് ചെറുത്, ഞാൻ അടിച്ചത് ഹ്യൂജ്. കുറച്ച് ചെയ്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? Yes, you can mind up. Yeah. Bye guys. അപ്പോൾ I hope you guys like this video. If you do subscribe, like, share, my channel, comment, എല്ലാ സംഭവങ്ങൾ കൂടെ നീ പോസ്റ്റ് ചെയ്തേക്കണം. ആലോചിക്കാം. ഓക്കെ, ബൈ. നീ എൻ്റെ